ഞാൻ നിയാസ് പട്ടാമി. നമ്മളിന്ന് വന്നിരിക്കുന്നത് 2000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. രണ്ട് ഫ്ലോറുകളുള്ള വീടാണിത്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാള്, പിന്നെ ലിവിങ് സ്പേസ്, അതുപോലെ ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂമുകൾ, പിന്നെ വർക്ക് ഏരിയ, മേലെ കിച്ചൺ. ഇത്രയുമാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. മുകളിലുള്ളത് ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും മാത്രമാണ് മുകളിലുള്ളത്. പക്ഷേ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂമുകളൊക്കെ 12-13 സ്പേസ് വരുന്ന ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളാണെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളാണ്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ LED ലൈറ്റുകൾ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. നമുക്ക് വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡും അതുപോലെ തന്നെ കാർ പോർച്ചും കുറച്ച് മുന്നോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു തിണ്ടുണ്ട് നമുക്ക് ഇരിക്കാനും ഇതിനൊക്കെ പറ്റിയത്. അതുപോലെ തന്നെ ഫില്ലറുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. 2, 4, 5 ഫില്ലറുകൾ സിറ്റ് ഔട്ടിൽ മാത്രമായിട്ടും പിന്നെ പോർച്ചിൽ 2 ഫില്ലറും വന്നിട്ടുണ്ട്. പിന്നെ ഫില്ലറിലെല്ലാം തേച്ചിട്ട് കട്ടിങ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സിറ്റ് ഔട്ടിൽ ഫ്ലോർ ചെയ്തിട്ടുള്ളത് വെറ്റിഫൈഡ് ടൈലും ഗ്രാനൈറ്റും കൂടെ മിക്സഡ് ചെയ്തിട്ടാണ്. വീടിൻ്റെ മെയിൻ ഡോറും അതുപോലെ തന്നെ എല്ലാ ഡോറുകളും വിൻഡോസും ഒക്കെ കൊടുത്തിട്ടുള്ള വുഡിൽ തന്നെയാണ്. നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. അവിടെ നിന്ന് നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ് നിൽക്കുന്നത്. ലിവിങ് സ്പേസിൻ്റെ മുകളിലുള്ള വാർപ്പ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഹൈറ്റ് കൂട്ടി സെക്കൻഡ് ഫ്ലോറിൻ്റെ ഹൈറ്റിൽ സെപ്പറേറ്റ് ഒരു പോർഷനായിട്ടാണ് വാർത്തിട്ടുള്ളത്. വീടിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇവിടെ TV ഒക്കെ വെക്കാൻ പറ്റിയ സ്പേസാണ്. ഇതൊക്കെ മൾട്ടിവുഡിൽ ഫോർമാറ്റ് കൊടുത്തിട്ടുള്ള ഡിസൈനാണ്. പിന്നെ അതുപോലെ മുകളിലൊക്കെ ചെറിയ ചെറിയ വുഡിൻ്റെ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ ഒരു 4 ഡോർ വരുന്ന വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കി കാണുന്ന രീതിയിൽ ഒരു ചെറിയ സിംഗിൾ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഷട്ടർ ഡിസൈനുള്ള വർഷനാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിസ്താരമുള്ള ഡൈനിങ് ഹാളാണ്. ഈ സൈഡിലും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് 3 ഡോർ വരുന്ന വിൻഡോ ആണ്. കുറച്ച് ഹൈറ്റ് കൂടിയ വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഡൈനിങ് ടേബിള് വുഡിൻ്റെ ആണ്. വുഡിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ഡൈനിങ് ടേബിൾ നല്ല സ്ട്രോങ്ങിലുള്ള ഡൈനിങ് ടേബിളാണ്. ഫുഡ് ചെയറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൻ്റെ ഈ സൈഡിൽ നിന്നായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർകേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിന് മുമ്പിലായിട്ട് ഒരു ലൈറ്റ് അറ്റാച്ച്മെന്റ് മൾട്ടിവുഡിൽ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു മിറർ. ഡൈനിങ് ഹാളിൽ നിന്ന് റൂമിലേക്ക് പോണ വഴിയിലായിട്ട് ഇവിടെ ചെറിയൊരു കബോർഡും അതുപോലെ തന്നെ ടേബിളും കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ നമ്മൾ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോയും ട്രിപ്പിൾ ഡോർ വരുന്ന വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിലും ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്, വുഡ് പെയിന്റ് കൊടുത്തിട്ടുണ്ട് ജിപ്സം വർക്ക് ചെയ്തിട്ട്. പിന്നെ ഈ റൂമിലുള്ള ഒരു ഡ്രസ്സിംഗ് കബോർഡാണ്. ഇത് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൾട്ടിവുഡിൽ സൺലൈറ്റ് ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബാത്റൂം ഉണ്ട്. ബാത്റൂം വരുന്നത് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ്. അത്യാവശ്യം നല്ല വിസ്താരമുണ്ട്. ഇതിൽ തന്നെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഡിസൈനിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത റൂമിലേക്ക് പോകണം. അടുത്ത റൂം വരുന്നത് ഡൈനിങ് ഹാളിന്റെ ഈ സൈഡിലായിട്ടാണ്. അതായത് സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്താണ്. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസ് കിച്ചണിലേക്കും അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലേക്കുള്ള ഒരു പാസേജ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന രീതിയിലുള്ള ഒരു വിൻഡോ ആണിത്. അതായത് ഈ റൂമിന്റെ ഈ സൈഡ് വീടിന്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ഈ വിൻഡോ വരുന്നത് 4 ഡോറുകളുള്ള ഒരു വിൻഡോ ആണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്നത് 2 ഡോറുള്ള ഒരു വിൻഡോ ആണ്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ്ങിലാണ് ഡ്രസ്സിംഗ് കബോർഡ് ചെയ്തിട്ടുള്ളത്. ഒരു കട്ടിങ് ആയിട്ട് വരുന്ന ഭാഗമാണിത്. ഈ റൂമും 12x13 സ്പേസ് വരുന്ന റൂമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വീടിൻ്റെ ഒരു ചെരിഞ്ഞ കട്ടിങ് സൈഡായിട്ടാണ് ഈ റൂമിൻ്റെ ഒരു ഭാഗം വരുന്നത്. അതുപോലെ മുകളിൽ ഒരു ചെറിയ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിലും ഒരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂമും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഈ ബാത്റൂമിലും ഒരു വാഷ് ബേസ് ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇത് മേലെ കിച്ചൺ. ഇവിടെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. മേലെ കിച്ചണിൽ വരുന്നത് ഇതിപ്പോൾ നിലവിൽ പ്ലെയിൻ റൂമാണ്. പിന്നെ ചുമരിലെല്ലാം ടൈൽസ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഈ സ്പേസിലാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. ഇവിടെ വർക്ക് ഫിനിഷിങ് ആയിട്ടില്ല. അതായത് ഇവിടെ മൾട്ടിവുഡില് മുകളിൽ മാർബിൾ ഇട്ടിട്ട് ഇവിടെ കിച്ചൺ കബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ സെറ്റ് ചെയ്യും. പിന്നെ ഈ ഫ്രിഡ്ജ് ഇവിടെ വരും. ഫ്രിഡ്ജിന്റെ സ്പേസ് ശരിക്കും ഇവിടെയാണ്. പിന്നെ ഇപ്പൊ തൽക്കാലം വെച്ചിരിക്കുകയാണിത്. അതുപോലെ തന്നെ മുകളിലും കബോർഡ് വരുന്നുണ്ട്. ഇവിടേക്ക് കബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അത്രയാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ സ്റ്റോർ റൂം. സ്റ്റോർ റൂം ചെറുതാണ്. പക്ഷേ സ്റ്റോർ റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. സ്റ്റോർ റൂമിന്റെ പ്രത്യേകത ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു എന്താണ് സംഭവം മനസ്സിലാക്കുക. പക്ഷെ ഉള്ളിൽ കയറിയാലാണ് പഴമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൊടുത്തതിനുള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനങ്ങളൊന്നും കാണാൻ കഴിയില്ല. തുറന്ന കണ്ടാലും പിന്നെ വൃത്തിയായിട്ട് തന്നെ കിടക്കും. വൃത്തികേടായിട്ട് കാണില്ല. ഇനി നമ്മൾ പോകുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്. വർക്ക് ഏരിയയിലും ഒരു ടൈൽ ചുമരിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് അടുപ്പ് വരുന്നത്. ആലുവ അടുപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഇവിടെ ഒരു ഗ്രേ കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അത് പുക പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു റാക്ക് ഉണ്ട്. പിന്നെ ഒരു റാക്ക് ഇവിടെ ഉണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു വാഷ് ബേസ്, സിങ്ക്.
ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് മുകളിൽ പോയി നോക്കാം. മുകളിൽ ഒരു റൂമും ഒരു ബാത്റൂമാണുള്ളത്. വീടിൻ്റെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് ഇടയ്ക്കിടെ ലാൻഡിങ് സ്പേസ് ഒന്നും ഇല്ലാണ്ട് ഫുൾ സ്റ്റെപ്പ് കയറി പോകുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൽ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റും വെട്രിഫൈഡ് ടൈലും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അത് നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. മുകളിലെ ഒരു പാസേജ് ഏരിയ, ചെറിയൊരു ഹാള് മുകളിൽ. സ്റ്റെയർ കേസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലിവിങ് സ്പേസ് ആണ് ഷോ വരെ. ഭംഗി കൂട്ടുന്നതിനും അതുപോലെ തന്നെ ലൈറ്റിനും വേണ്ടിയിട്ട് വിൻഡോ കൊടുക്കുന്നതിന് പകരം ബർഗോള ഡിസൈനാണ് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സിൽ എച്ചിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ പുറത്തായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒറ്റ റൂമാണുള്ളത്. ഈ റൂം വരുന്നത് താഴെയുള്ള റൂമിൻ്റെ അതേ സ്പേസ് ആയിട്ടാണ് 12-13 സ്പേസ് വരുന്നതാണ്. ഇവിടെ ഒരു മിററും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ബോർഡും ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം. ബാത്റൂം താഴെ അതേ ബാത്റൂമിൽ സെയിം സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ചെരിവാണ് ഈ റൂമിൻ്റെ ഈ സൈഡ് വരുന്നത്. പക്ഷേ ഈ റൂമിൽ ജിപ്സം വർക്ക് ചെയ്തിട്ടില്ല. ഈ സ്റ്റീൽ ബാറിൻ്റെ ബാക്കിലായിട്ട് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ സ്റ്റീൽ ബാറിൽ കൂടെ ലൈറ്റ് ഇറങ്ങി വരുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓപ്പൺ ടെറസായിട്ട് കിടക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റാണ്. 2013 വരുന്നത്. 1540 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറും 473 സ്ക്വയർ ഫീറ്റ് മുകളിലുമാണുള്ളത്. ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 35 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഏകദേശം ചിലവ് വരുന്നത്. ഒരു 38 ലക്ഷം രൂപയോളം ഏകദേശം ഇവർക്ക് ചിലവായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 35-40 ബഡ്ജറ്റിൽ വരുന്ന ഒരു വീടാണിത്. ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് സൊമാനിയ കമ്പനിയുടെ ടൈൽസ് ആണ്, വെട്രിഫൈഡ് ടൈൽസ് ആണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 800-1600 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള വെട്രിഫൈഡ് ടൈലിൻ്റെ വില വരുന്നത് 80 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാത്റൂമിൽ വെച്ചിട്ടുള്ള ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600-1200 ആണ് സൈസ് വരുന്നത്. അതിന് പിന്നെ സെയിം കമ്പനി തന്നെയാണ്, സൊമാനിയ കമ്പനിയുടെ തന്നെയാണ്. പിന്നെ റേറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് 55 രൂപയാണ്. ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അത്യാവശ്യം ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ളതാണ്. വാഷ് ബേസ് ആയാലും അതുപോലെ ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായാലും മെറ്റീരിയൽസ് എല്ലാം തന്നെ അത്യാവശ്യം ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജോൺസന്റെ വാഷ് ബേസുകൾ, പിന്നെ സൊമാനിയുടെ ടൈൽസ്, അങ്ങനെ എല്ലാം നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വർക്കിലെല്ലാം തന്നെ നല്ല LED ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്, ഈ ലൈറ്റ് 3 കളർ ലൈറ്റ് വരുന്നതാണ്. 3 തരം ലൈറ്റുകളാണ് അതിൽ എഫക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള ബർഗോളൻ്റെ ഒക്കെ പുറത്ത് സ്റ്റീൽ ബാറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൊക്കെ LED ലൈറ്റ് ഉണ്ട്. രാത്രിയാണ് ശരിക്കും വീടിൻ്റെ ഒരു പിന്നെ ഭംഗി ശരിക്കും നമുക്ക് പുറത്ത് നോക്കിയാൽ എഫക്റ്റ് ചെയ്യാൻ കഴിയും, നോക്കിയാൽ കാണാൻ കഴിയും. ആ സ്റ്റീൽ ബാറിലൂടെ LED ലൈറ്റ് ഇങ്ങനെ പിന്നെ അതിൻ്റെ ലൈറ്റിൻ്റെ കളർ ഇറങ്ങി വരുന്നതാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ
അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാൻ വരെ.